എക്സാമിന്റെ ഇടയിൽ ഉറക്ക് വരിക, അറിയുന്നതിനെ എഴുതാൻ പറ്റാതിരിക്കുക, സമയം കിട്ടാതിരിക്കുക, ഫോക്കസ് ഔട്ട് ആവുക, കോൺഫിഡൻസ് പോവുക. എക്സാം പ്രോപ്പറായി എഴുതാതിരിക്കുന്നതായിരിക്കാം നിങ്ങളുടെ മാർക്ക് ആൻഡ് റാങ്ക് താഴെ പോകാനുള്ള വലിയൊരു റീസൺ. ഹലോ റിപ്പീറ്റേഴ്സ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് റിവൈസും ചെയ്യുന്നുണ്ട്, പക്ഷേ പല കാരണം കൊണ്ട് എക്സാം കൊളാകുന്നു, മാർക്ക് കൂടുന്നില്ല. ഈ പ്രശ്നം നിങ്ങളിൽ പലരും നേടുന്നുണ്ടാവും അല്ലേ? നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ വരുത്തുന്ന ഒരുപാട് മൈന്യൂട്ട് മിസ്റ്റേക്സ് ഉണ്ട്. ഈ മിസ്റ്റേക്സ് നിങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് കോൾഡ് ആൻ ആർട്ട് ഓഫ് എക്സാം റൈറ്റിംഗ്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മുകളിലേക്ക് കയറി വരാൻ പറ്റും. ആൻഡ് ഇത്തരത്തിലുള്ള കുഞ്ഞു മിസ്റ്റേക്കുകൾ കാരണം നിങ്ങളുടെ MBBS എന്ന് പറയുന്ന സ്വപ്നം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. മൈസെൽഫ് ഐ ആം ഡോക്ടർ ബിലാൽ. വെൽക്കം ടു യൂട്യൂബ്. മക്കളെ, എന്നോട് ഒരുപാട് കുട്ടികൾ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, സാറേ ബയോളജിയിൽ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നു എന്നുള്ളത്. ഈവൻ നമ്മുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ വരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്, ബയോളജിയിൽ മിസ്റ്റേക്സ് വരിക, നെഗറ്റീവ്സ് വരിക എന്നുള്ളത്. അവർ പലരും നന്നായി പഠിച്ചു തീർന്നിട്ടുണ്ട്, അവർക്ക് സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും എന്താണ്, എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരികയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ പറയുന്ന കുട്ടികളോട്, നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് ബയോളജി ചെയ്ത് തീർക്കാറെന്ന്. അപ്പോൾ അവർ പറയുന്ന കാര്യം, സാറേ ഞങ്ങൾ ഒരു 45 to 50 മിനിറ്റിനകത്ത് ബയോളജി തീർക്കാൻ ശ്രമിക്കാറുണ്ട് 90 ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. ശരിയാണ്, ബയോളജി കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വളരെ സ്പീഡിൽ ഒരിക്കലും ബയോളജി ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്, ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ബയോളജി നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ നോക്കുന്നത്, അപ്പുറത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരാനുണ്ട്, അപ്പോൾ അതിന് കുറച്ചുകൂടെ അധികം സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഒരു ചോദ്യം തെറ്റിപ്പോയാലും ബയോളജിയിൽ ഒരു ചോദ്യം തെറ്റിപ്പോയാലും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരേ മാർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോളജി ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കുക. ബയോളജി ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴാണ് മിക്കവാറും ആളുകൾക്ക് പ്രശ്നം വരുന്നത്. അതായത് പലപ്പോഴും അവർ നോട്ട് കറക്റ്റും ഇൻകറക്റ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ബയോളജി ഒരു 55 മിനിറ്റ് to 60 മിനിറ്റ് വരെ എടുക്കുന്നത് ഇറ്റ്സ് ഓക്കെ, അത് ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മൊത്തം പ്രോബ്ലംസ് ആവില്ല, അതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ എക്സാം നിങ്ങൾക്ക് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് വൺ വേർഡ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് സമയം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ബയോളജി നിങ്ങൾ ഭയങ്കര ഹറി ബറി ആയിട്ട് ചെയ്യരുത്, പ്രോപ്പറായിട്ട് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൻ്റെ ചൂണ്ടുവിരലില്ലേ, ആ ചൂണ്ടുവിരൽ ക്വസ്റ്റ്യൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല വെച്ച് ഇങ്ങനെ വായിക്കുക. അതായത് നിങ്ങൾ ഒരു വേർഡ് പോലും വിടരുത്. ആൻഡ് ഗൈസ് ലുക്ക്, ഒരൊറ്റ തവണയെ വായിക്കാൻ പാടുള്ളൂ. ഒരു തവണ വളരെ നല്ല രീതിയിൽ വളരെ കാമായി റിലാക്സ്ഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കുക. എന്നിട്ട് ഒരു തവണ കൂടി ഒന്ന് വായിച്ച് അത് ഉറപ്പ് വരുത്തുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉറപ്പ് വരുത്തിയ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓപ്ഷൻസും ഇതുപോലെ തന്നെ കൈവച്ച് വായിച്ച് ഒരു തവണ നല്ല രീതിയിൽ വായിക്കുക. പിന്നെ അത് ക്വിക്കായിട്ടൊന്നുകൂടെ വായിച്ച് ഒരു മാക്സിമം അത്ര മാത്രമേ നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ. ആ ഒരു വായനയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ് ഒരു ക്വസ്റ്റ്യൻ അകത്ത്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം ഈ ഒരു വായന നിങ്ങൾ പ്രോപ്പറാക്കി കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ അനാവശ്യമായി നെഗറ്റീവ് വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ വലിയൊരു പ്രശ്നമാണ് സമയം കിട്ടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ സമയം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഞാൻ ചില നല്ല ഐഡിയകൾ പറഞ്ഞുതരാം. നോക്കൂ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ 2, 3, 4 തവണ ഒന്നും എടുത്ത് ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കാതിരിക്കുക. ഈ രീതിയിൽ മാത്രം, ഞാൻ നേരത്തെ ബയോളജിയുടെ കേസിൽ പറഞ്ഞ അതേ രീതിയിൽ മാത്രം ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ അധികം സമയം ലാഭിക്കാൻ പറ്റും. ആൻഡ് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. കുറേ തവണയൊക്കെ ക്വസ്റ്റ്യൻസ് വായിച്ച് സമയം കളയുന്ന ധാരാളം ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു, അതിനകത്ത് നിങ്ങൾക്ക് എന്തോ ഡൗട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ നോക്കി പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2, 3. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം കുറച്ച് സമയം എടുത്താലും അത് ആൻസർ കിട്ടും, നിങ്ങൾക്ക് അറിയാം. എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ഇരിക്കരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പറിൽ ജസ്റ്റ് ഒരു റൗണ്ട്, ഒരു വട്ടം ഇട്ട് വെക്കുക. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെ ഡൗട്ട് തോന്നുന്നതല്ല, ഒരു വട്ടം ഇടുക, അത് നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ നിങ്ങൾ പോകുന്നതിനിടയിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഇത് ഹൈലി ഡൗട്ട്ഫുള്ളാണ്. നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്താൽ മാത്രം, അല്ലെങ്കിൽ കുറേ സമയം എടുത്ത് ആലോചിച്ചാലേ കിട്ടുള്ളൂ, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നിയാൽ 2 വട്ടം ഇട്ട് വെക്കുക. ഒരിക്കലും കിട്ടൂല എന്ന് തോന്നിയാൽ നേരെ ഒരു തെറ്റിടുക.
അത് പിന്നെ നോക്കണ്ട. അങ്ങനെ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ക്യുക്കായിട്ട് ചടുലമായിട്ട് എഴുതി പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി പോവുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കി തരണം. 180 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 180 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാത്ത ഒരെണ്ണം പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. പല കുട്ടികളുണ്ട് ഇത്തരത്തിൽ ഉത്തരം കിട്ടുമെന്ന് തോന്നുന്ന ചോദ്യം, അതിൽ പോലും നിങ്ങൾക്ക് 1 മിനിറ്റിന്റെ മുകളിൽ എടുക്കും സമയം എന്ന് തോന്നിയ ഒരിക്കലും ഇരിക്കരുത്. അത് വട്ടം വിട്ട് മാത്രം പോവുക. കാരണം ഇങ്ങനെ നിങ്ങൾ ഇവിടെ കളയുന്ന സമയമൊക്കെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയുന്ന വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മിസ്സായി പോയി കഴിഞ്ഞാലും ഇത് മിസ്സായി കഴിഞ്ഞാലും ഒരേ മാർക്കാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾ പോയാൽ ഒരു 1 റൗണ്ട് നിങ്ങൾക്ക് അറിയുന്നത് മുഴുവൻ വളരെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് വരിക. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു സിംഗിൾ വട്ടങ്ങൾ ഇട്ടത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്താ, ക്വസ്റ്റ്യൻ പേപ്പർ സൈഡിൽ നോക്കി വട്ടം ഇട്ട് വെച്ച ഭാഗം കാണാം. സിംഗിൾ വട്ടങ്ങൾ ഇട്ട ഭാഗം, സിംഗിൾ റൗണ്ടുള്ള ആ ക്വസ്റ്റ്യൻസ് മാത്രം നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് പോവുക. എന്നിട്ട് തേർഡ് റൗണ്ടിലേക്ക് വന്ന് തേർഡ് റൗണ്ടിൽ മാത്രം 2 വട്ടങ്ങൾ ഇട്ടത് ആൻസർ ചെയ്ത് പോവുക. തെറ്റിട്ടതിലേക്ക് പിന്നെ നോക്കുകയേ വേണ്ട. എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ മാത്രം തെറ്റിട്ടത് നോക്കുക. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ പോലും അറിയുന്ന ചോദ്യങ്ങൾ മിസ്സാവുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ്, ആദ്യം എപ്പോഴും ബയോളജി എഴുതുക. നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും. പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, ഇങ്ങനെ എഴുതുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് നല്ല ഒരു കാര്യം. കാരണം എന്താ, ബയോളജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ കിട്ടും. കാരണം ബയോളജി ഈസിലി പെട്ടെന്ന് തീരും. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തീരും അല്ലേ? അപ്പോൾ അങ്ങനെ തീരുമ്പോഴത്തേക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് എനിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടല്ലോ പ്രോബ്ലംസിന് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പല കുട്ടികളും വരുത്തുന്ന വേറെ വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ദാറ്റ് ഈസ് അവർ ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അങ്ങനെ പിന്നെ അവർക്കൊരു ഉത്തരം കിട്ടി, അത് ഓപ്ഷനിലും ഉണ്ട്. പക്ഷെ പിന്നെ അവർക്ക് കൺഫ്യൂഷനാണ്, ഞാൻ ഈ ചെയ്തു വന്ന വഴി കറക്റ്റ് ആണോ, ഇത്ര സിമ്പിളാണോ ഈ പരീക്ഷ അല്ലേ? നമുക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ പിന്നെ നമ്മുടെ കൺഫ്യൂഷനാണ്, ഈ പരീക്ഷ ഇത്രയും സിമ്പിളാണോ, ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് കിടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഇത് വീണ്ടും വീണ്ടും വായിച്ചിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും വായിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ താഴെ കിടക്കുന്നുണ്ട്, ആ ചോദ്യങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദ്യം വായിക്കുന്ന കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങളൊരു ചോദ്യം വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഉത്തരമാണെന്ന് തോന്നുമ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ എഴുതുക. എന്നൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ തവണ കൂടി അതൊന്ന് നോക്കുക. ഒറ്റ തവണ കൂടെ എൻ്റെ വഴികൾ ശരിയില്ലെന്ന് വളരെ ക്യുക്ക്ലി നോക്കുക. പിന്നെ അത് ആലോചിച്ചിരിക്കരുത്, നിങ്ങളത് കുത്തുക. നിങ്ങൾക്ക് അതിനി ഓക്കെ അല്ലെങ്കിൽ വെറുതെ വിടുക. അത് തെറ്റിട്ട് അതിലേക്ക് ഇനി പോണ്ട. ഒരിക്കലും പിന്നെ അത് ആലോചിച്ച് സമയം കളയരുത്. മനസ്സിലായല്ലോ? ഒരൊറ്റ തവണ അത് കേട്ടുക. പിന്നെ ഒന്ന് വേണമെങ്കിൽ ക്യുക്കായിട്ട് നോക്കുക, എവിടെയെങ്കിലും വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടോ, ഡെസിമൽ പോയിന്റ്സിലോ ഇതിലൊക്കെ മാറ്റം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ക്യുക്ക്ലി നോക്കുക, ആൻസർ എഴുതുക. ഒരിക്കലും നിങ്ങൾ പിന്നെ അതിനകത്ത് സമയം കളയരുത്. അത് നിങ്ങളെ വലിയ രീതിയിൽ ബാക്കി അറിയുന്ന ചോദ്യങ്ങൾ എഴുതാനുള്ള സമയം നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ റാങ്ക് ഭയങ്കരമായിട്ട് പോകും. അടുത്ത കാര്യമാണ് എക്സാമിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് പോകുക എന്നുള്ളത്. അത് പലരും പറഞ്ഞ പ്രശ്നം കേട്ടോ. സാർ ഇന്നത്തെ എക്സാം ഭയങ്കര അടിപൊളിയായിരുന്നു, ഞാൻ അങ്ങനെ എഴുതി പോകായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം വന്നു ഫിസിക്സിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നി. അത് ഡിഫിക്കൽട്ടായപ്പോൾ പിന്നെ എനിക്ക് ആകാൻ കോൺഫിഡൻസ് പോയി. പിന്നെ ബാക്കിയൊന്നും എനിക്ക് ചെയ്യാൻ കിട്ടൂല എന്നുള്ളൊരു തോന്നലുള്ളിൽ വരിക, ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാവുക. അങ്ങനെ ഇന്നത്തെ പരീക്ഷ മുഴുവൻ കൊളായി. ഇങ്ങനെ പറയുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ടഫായിട്ട് നീറ്റ് എക്സാം നടക്കുന്ന വർഷങ്ങളിലൊക്കെ എല്ലാ കുട്ടികൾക്കും മാർക്ക് കുറവായിരിക്കും, എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും. പക്ഷെ അത് റാങ്കിനെ ബാധിക്കാറേ ഇല്ല. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ചോദ്യം ഭയങ്കര ടഫായിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദിസ് വിൽ ബി ടഫ് ഫോർ എവ്രി വൺ. ഈ പരീക്ഷ എല്ലാവർക്കും ടഫാകും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത്. നോക്കൂ, നിങ്ങൾ കൂടെ പരീക്ഷ എഴുതുന്ന ആരും എല്ലാം പഠിച്ചു കഴിഞ്ഞവരോ അല്ലെങ്കിൽ എല്ലാം അറിയുന്നവരോ അല്ല, അവർക്കും പലതും ടഫാണ്. അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും 720 ഔട്ട് ഓഫ് 720 കിട്ടണ്ടേ? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പരീക്ഷ എഴുതുന്ന ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്ന എല്ലാവർക്കും 720 ആണോ ഉള്ളത്? ഇല്ലല്ലോ. വൈ? എന്തുകൊണ്ട് അവർക്ക് അത്രയും മാർക്കില്ലാത്ത? ആരും തന്നെ സബ്ജക്റ്റ് ഫുള്ളായിട്ട് എല്ലാ ഡെപ്തിലും എല്ലാ ലെവലിലുള്ള ചോദ്യം ഒന്നും പഠിച്ച് തീരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ചോദ്യം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ്. നോക്കൂ, ഒരിക്കലും നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കേട്ടോ ദിസ് ഇയർ. ബിക്കോസ് കഴിഞ്ഞ വർഷങ്ങൾ ഐനോ മെനി പീപ്പിൾ, കുറേ ആളുകൾക്ക് 720 മാർക്കൊക്കെ കിട്ടിയിരുന്നു. എന്താ കാരണം? നോക്കൂ, 20 ക്വസ്റ്റ്യൻസ് അവർക്ക് എക്സ്ട്രാ ഓപ്ഷനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു, ഓപ്ഷണലായിട്ട് അല്ലേ മക്കളെ? അപ്പോൾ ഒരു 80 മാർക്കിന്റെ ലെവറേജ് എല്ലാ കുട്ടികൾക്കും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 720 ഒക്കെ വരുന്നത്. അതർവൈസ് ഒരിക്കലും അങ്ങനെ വരുമൊന്നുമില്ല. അതൊക്കെ 24 ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ 720 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 2 ആൾക്ക് ഉണ്ട് എന്നല്ലാതെ നെക്സ്റ്റ് ഇയറിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനപ്പുറമുള്ള ഒരു കാര്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് വെന്നെവർ യു റൈറ്റ് എക്സാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ടഫ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ടഫ് അല്ലെങ്കിൽ 3, 4, 5 വാട്ട് എവർ, എത്ര ടഫ് വരുമ്പോഴും എൻ്റെ കുട്ടികൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ദിസ് വിൽ ബി ടഫർ ഫോർ എവ്രി വൺ.
ഇതെന്നെ ബാധിക്കാനേ പോകുന്നില്ല എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്താഗതി മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക. ഈ ഒരു മെൻറ്റാലിറ്റി മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അടുത്തതാണ് നിങ്ങളിൽ പലരും നേരിടുന്ന ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യം. എന്താ? എക്സാം ഹാളിൽ ഉറക്കം വരിക. 1-2 കുട്ടികൾ എന്നോട് ഈ പരാതി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു, എക്സാം ഹാളിൽ ഉറക്കം വരെ. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, സാറേ കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. എനിക്ക് വന്നിട്ടില്ല കേട്ടോ ശരിക്കും എക്സാം ഹാളിൽ ഉറക്കൊന്നും. പക്ഷെ ഒരു കുട്ടി പറയാം, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് പരീക്ഷ ഹാളിൽ ഉറക്കം വരിക. അതുപോലെ പരീക്ഷൻ്റെ ഇടയിൽ അറിയാതെ ലേസി ആയിട്ട് പോവുക, ഒരു ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആയിട്ട് മാറുക. നമുക്ക് ആഗ്രഹമില്ലായിട്ടില്ല, പക്ഷെ ആ ഫോക്കസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടിട്ട് എന്തോ രൂപത്തിലേക്ക് മാറുക എന്നുള്ളത് ഒരുപാട് കുട്ടികൾ പറഞ്ഞ പ്രശ്നമാണ്. നോക്കൂ, ഇതിന് കാരണം എന്തായിരിക്കും? ഒന്ന്, നമുക്ക് കോൺഫിഡൻസ് കുറയുമ്പോൾ ഈ ഒരു പരീക്ഷ കൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, എനിക്കിതൊന്നും ആവില്ല എന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു ഫോക്കസ് നഷ്ടപ്പെടാം. രണ്ടാമത്, നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പരീക്ഷയിൽ നിന്ന് കണക്ഷൻ വിട്ടു പോകുന്നതുകൊണ്ടാണ്. അതിനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ശരിക്കും ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു ബോറിങ് പരിപാടി തന്നെയാണ്, അല്ലെ? ഒരു 3 hour ഇരുന്ന് ഒരേ തരത്തിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുക എന്നുള്ളത് ഇറ്റ്സ് എ ബോറിങ് തിങ് റിയലി. അപ്പോൾ അതിന് നമുക്ക് മറികടക്കാൻ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ മെൻറ്റാലിറ്റി കുറച്ച് ചേഞ്ച് ചെയ്ത് ഇതൊരു ഗെയിം പോലെ എടുക്കുക. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും സീരീസ് ടെസ്റ്റുകൾ എഴുതി പോകുമ്പോൾ ശരിക്കും മടുക്കും ഇത്, അല്ലേ? ഒരു റിയാലിറ്റിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനൊരു ഗെയിമിങ് മെൻറ്റാലിറ്റിയിൽ അതിനൊരു എൻജോയബിൾ ആയിട്ട് നിങ്ങൾ അതിനെ എടുക്കുക എന്നുള്ളതാണ്. ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണ്, ഇതൊരു ബേർഡനാണ് എന്ന രീതിയിലല്ലാതെ നമ്മൾ ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ മൈൻഡ് സെറ്റ്. നമ്മൾ മൈൻഡിൽ അങ്ങ് സെറ്റ് ചെയ്യുക, ഈ ഒരു പരീക്ഷ ഞാനൊരു എൻജോയ് ചെയ്ത് എഴുതാൻ പോവുകയാണ്, ഇതൊരു പരീക്ഷ ഞാൻ ആസ്വദിച്ച് എഴുതാൻ പോകും. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾ, അവർ ഈ ചാമ്പ്യൻഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ അതിന് തൊട്ട് മുമ്പൊക്കെ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്താവും? കാരണം ഭയങ്കര നമ്മളെക്കാൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവർ അത്തരം ചാമ്പ്യൻഷിപ്പിലൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേ ആർ എൻജോയിങ് ദിസ് ഗെയിം. ഓക്കെ, അപ്പോൾ അതിനെ മൈൻഡിനെ അങ്ങ് പ്രാപ്തമാക്കിയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുക എന്നൊരു കാര്യമാണ് ചെയ്യാവുന്നത്. രണ്ടാമത്തെ കാര്യം, പല കുട്ടികളും ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ ബയോളജി മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് അവർ ഈ OMR ഷീറ്റ് കറുപ്പിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ശരിക്കും ബോറടിക്കുമായിരുന്നു ഇടയ്ക്ക് ഇതിങ്ങനെ കുറേ ചോദ്യം ചെയ്തു പോകുമ്പോൾ. അപ്പോൾ അത് മറികടക്കാൻ ഞാൻ ചെയ്ത കാര്യം, ഞാനൊരു 5 ചോദ്യങ്ങൾ ചെയ്യും, 5 ചോദ്യങ്ങളെ ആൻസർ മാർക്ക് ചെയ്യും, എന്നിട്ട് അത് OMR ഷീറ്റിലേക്ക് കറുപ്പിക്കും. എന്നിട്ട് അടുത്ത 5 ചെയ്യും, OMRലേക്ക് കറുപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ, രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് മടുക്കൂലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പഠിപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങി നടക്കുകയെ, അല്ലേ? ഒന്ന് നടന്നു നോക്കേ, ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നതിനിടയിൽ 5 ചോദ്യം, ഒരു ഇച്ചിരി OMR കറുപ്പിക്കാൻ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ തരും. ഈ ഒരു മടുപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. നമുക്ക് കുറച്ചുകൂടെ പരീക്ഷ കുറച്ചുകൂടെ രസകരമായിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളാണ് ശരിക്കും നമ്മുടെ പരീക്ഷയിൽ വലിയൊരു ശതമാനം കുട്ടികളെയും മാർക്ക് കുറക്കുന്ന ഘടകം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. 5 എഴുതുക, കറുപ്പിക്കുക, 5 എഴുതുക, കറുപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത്, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഇത് സാധാരണ ഒരു പരീക്ഷയാണ്, അതായത് നിങ്ങളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളെ പോലെ തന്നെയുള്ള ഒരു സാധാരണ പരീക്ഷയാണ്, വലിയൊരു സംഭവമല്ല എന്നുള്ള ഒരു മൂഡ് തന്നെ പരീക്ഷ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഓൺ ഗോയിങ് ബാച്ചിൽ +2ൻ്റെ കൂടെ പരീക്ഷ എഴുതിയിട്ട് നല്ല മാർക്ക്, ഒരു 620, 630 ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികൾ, അവരിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുകയാണ്, സാറേ അന്ന് +2ൽ ഇപ്പം പരീക്ഷ എഴുതുമ്പോൾ അവൻ ഭയങ്കര കൂളായിരുന്നു, അതുകൊണ്ട് തന്നെ അറിയുന്ന എല്ലാം എഴുതാൻ പറ്റി. അപ്പോഴത്തെ പോലെയല്ല ഇപ്പോൾ അറിയുന്ന പോലും എഴുതാൻ പറ്റുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ? അന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പരീക്ഷയെ സമീപിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ചെസ്സിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലോ, അവിടെയൊക്കെ അവർ എങ്ങനെയാണ് അവർ ഗെയിമിൽ അവരുടെ മനസാന്നിധ്യം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ കാമായിട്ട് കളിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ ഭയങ്കര ഡിസ്ട്രെസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫുൾ പൊട്ടൻഷ്യൽ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അറിയുന്ന പോലും തെറ്റിപ്പോകും. അപ്പോൾ ഈ ഗെയിമേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നത് ഇതൊരു സാധാരണ ഇവൻ്റ് ആണെന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മനസാന്നിധ്യം ഒട്ടും വിട്ടുപോകാതെ ഈ ഒരു കാമായി കൂളായിട്ട് അത് കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ എക്സാം എഴുതുക. നോക്കൂ, എക്സാം പ്രോപ്പറായി എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെയൊക്കെ മാർക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പരീക്ഷയിലെ മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതി നല്ല റാങ്കിലേക്ക് വരിക. ഓൾ ദ ബെസ്റ്റ്, ലവ് യു ഓൾ. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദയവേത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.